15ാമത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. കൃത്യം 6 മണിക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കി ഈ വാതിലിൽ നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അന്തേരി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ്. അവിടുത്തെ ഈ പോളിംഗ് ബൂത്തിലെ വാതിലൊക്കെ അടച്ചു, ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ആരും വോട്ടിങ്ങിനായി എത്തില്ല. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുകളൊന്നും ഈ മണ്ഡലത്തിൽ, ഈ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നില്ല. മുംബൈ നഗരത്തിലെ മിക്ക ഇടങ്ങളിലും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ആ ഒരു കാര്യം, ആ ഒരു കണക്ക് തന്നെയാണ് ഈ പോളിംഗ് കണക്കുകളിലും പോളിംഗ് ശതമാനത്തിലും പ്രതിഫലിക്കുന്നത്. മുംബൈ താനെ മേഖലയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദർഭ പോലുള്ള മേഖലകളിലെല്ലാം കർഷക പ്രക്ഷോഭവും അടക്കം കണ്ട വിദർഭ പോലുള്ള മേഖലകളിലെല്ലാം അത്യാവശ്യം നല്ല പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിദർഭ മേഖലയിലെ ഗച്ചിറോളിയിലാണ്. പശ്ചിമ മഹാരാഷ്ട്രൻ മേഖലകളിൽ വോട്ടിംഗ് ശതമാനം കുറവാണ്. അതേസമയം ഉത്തര മഹാരാഷ്ട്രൻ മേഖലകളിലെല്ലാം നല്ല രീതിയിൽ പോളിംഗ് ഉണ്ട്. ഇത് കൃത്യമായി ആർക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ അവലോകനം നടത്തേണ്ടത്. പ്രാഥമിക നിഗമനം ഈ ഭരണവിരുദ്ധ വികാരമുള്ള പല മേഖലകളിലും, പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭം, ആദിവാസി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന മേഖലകളിൽ കോൺഗ്രസിനും CPM-നും ഒക്കെ ഏതെങ്കിലും തരത്തിൽ മേൽക്കൈയുള്ള മേഖലകളിൽ, ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈയുള്ള പല മേഖലകളിലും കൃത്യമായ രീതിയിൽ പോളിംഗ് കൂടിയിട്ടുണ്ട്, പോളിംഗിൽ മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ പ്രാഥമികമായി നൽകാൻ കഴിയുന്ന അനുമാനം. അതുകൊണ്ട് തന്നെ അത് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷ പല കോണുകളിൽ നിന്നും, അത് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാകുമെന്ന പ്രതീക്ഷ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ സംഭവബഹുലമായ ആ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി 23-ാം തീയതി ഫലം വരുന്നതുവരെ കാത്തിരിക്കാം.